രാജിവെച്ചിട്ട് എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിക്കുക. പാപ്പ 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 പാപ്പനിങ്ങനെ വിഷമിക്കല്ലേ, എനിക്കും പേടിയാവുന്നു. മോളെ, നിന്നെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, യാഥാർത്ഥ്യങ്ങൾ അറിയിക്കുക. നമ്മളിപ്പം ഊരാ കുടുക്കിപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നത്. നന്ദനെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അന്വേഷണ ചുമതല എന്റെ നേതൃത്വം മാറ്റി പുതിയ ടീമിനെ ഏൽപ്പിക്കുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. പാപ്പ പാപ്പൻ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഋഷി എങ്ങോട്ടെങ്കിലും മാറിയതായിരിക്കും. അവൻ വൈകാതെ നമ്മളെ വിളിക്കും. പാപ്പൻ ആത്മവിശ്വാസം കൈവിട്ട ഞങ്ങളൊക്കെ തളർന്നു പോവും. പ്ലീസ് പാപ്പ. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്കൊരു വിജയിക്കാം. ഋഷിയെ എങ്ങനെ കണ്ടെത്താൻ പറ്റുമോ നോക്കാം. പാപ്പ, പാപ്പൻ പറഞ്ഞതുപോലെ നമുക്കറിയാത്ത ആരോ നമ്മുടെ പിറകിലുണ്ടോ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തണം. അച്ഛനെന്താ ഒന്നും പറയാനില്ലേ? മോളെ, പറയുന്നൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. എനിക്ക് ആരുടെ ഒരു സമാധാനവും കേൾക്കണ്ട, ന്യായീകരണോ വേണ്ട. എന്റെ അനിയനെ ഇവിടെ കൊണ്ടുവരണം, ഇപ്പൊ വേണം. എനിക്കവനെ കാണണം, കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോവാൻ പോവാ. ഇവിടെ നടന്ന ഒളിച്ചു കളികളെല്ലാം ഞാൻ പോലീസിൽ അറിയിക്കും. നന്ദനെ കൊണ്ടുപോയതും ഒളിപ്പിച്ചതും ഒക്കെ അറിയിക്കും. രജനി, ഒന്ന് വെറുതെ നിൽക്ക്. ഇത്രയും നാളും വെറുതെ നിന്നോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല. അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഇവരൊക്കെ നേരത്തെ പറഞ്ഞത് എല്ലാം സത്യമാണെന്ന്? എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? വേണ്ട, പറയണ്ട. നന്ദനെ എങ്ങോട്ടോ മാറ്റിയെന്നും അവൻ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞത് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്നല്ല, അറിയിച്ചില്ല എന്ന് വേണം പറയാൻ. എല്ലാം രഹസ്യമായിരുന്നില്ലേ? അമ്മയെ എന്നെയും ആരും ഒന്നും അറിയിച്ചില്ല. നന്ദൻ അമ്മയോട് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ആയിരിക്കും. ഇപ്പൊ അതിന്റെ യുഗമല്ലേ? ഒരാള് സംസാരിക്കുന്നതൊക്കെ കാണിക്കാൻ ഇപ്പൊ വളരെ എളുപ്പം അമ്മേ. സത്യമാണോ കള്ളമാണോന്ന് പോലും തിരിച്ചറിയില്ല. എല്ലാരും ചേർന്നിട്ട് അമ്മ എന്നെയും കൂടി പറ്റിച്ചു. മോളെ, നീ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അങ്കിളിനെ നന്നായി മനസ്സിലായി. എല്ലാം അങ്കിള് നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എങ്ങനെ നോക്കിയത്? അങ്കിള് പറ, നന്ദൻ ഇപ്പൊ എവിടെയാ? ഏത് അവസ്ഥയിലാ? കണ്ടോ, മറുപടിയില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യം ചെയ്യേണ്ടത് ശത്രുക്കളെയല്ല, ദേ ഇവളെയാ. ഇവൾക്കറിയാം അവിടെ എന്താ സംഭവിച്ചെന്ന്. ഇവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? എല്ലാ കാര്യങ്ങളും ഇവൾക്കറിയാം. രജനി, നീ ഇവിടെയുള്ള മറ്റാരെ വേണോ ആക്ഷേപിച്ചോ, പക്ഷെ ദേവികയെ ഒന്നും പറയരുത്. കണ്ടോ അമ്മേ, കണ്ടോ? എന്നെ എന്തു വേണമെങ്കിലും പറയാം, പക്ഷേ അവളൊന്നും മിണ്ടാൻ പാടില്ല. അമ്മേ,
നിങ്ങളുടെ മോളിപ്പം ഞാനാണോ അത് ഇവളാണോ? രജനി, നീ മറ്റുള്ളവരുടെ ക്ഷമയെ പരീക്ഷിക്കല്ലേ? ഗിരി, എന്റെ അനിയനെ കുറിച്ചാ സംസാരിക്കുന്ന. എന്റെ കൂടെ പിറപ്പാ. ഗിരിക്കില്ലാത്ത അവകാശം നന്ദന്റെ പേരിൽ എനിക്കുണ്ട്. എനിക്കറിയണം എന്റെ അനിയൻ എന്ത് പറ്റിയെന്ന്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു താ. അവൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, ആർക്കും അക്കാര്യത്തിൽ പോലും ഒരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല. ചേച്ചി എന്തായി ചോദിക്കുന്നേ? നന്ദുവിന് എന്താ സംഭവിച്ചെന്നറിയാതെ ഇവിടെ എല്ലാരും വിഷമത്തിലാ. ചേച്ചിക്ക് മാത്രല്ല, എല്ലാവർക്കും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. എല്ലാവർക്കോ? നിനക്കെന്ത് വിഷമമുള്ളത്? നിന്റെ വിഷമമൊന്ന് പറ, കേക്കട്ടെ. നന്ദൻ നിന്റെ ആരാ? ആരാന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഓ, ഭർത്താവാണെന്നാണോ? എന്നിട്ടാണോ അവനൊരു കൊലപാതകയാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയത്? നിന്റെ അനിയത്തി പറഞ്ഞല്ലോ ഡിവോഴ്സിന് ശ്രമിക്കുകയാണെന്ന്. എന്തിനാ കാക്കുന്നത്? ഒഴിഞ്ഞു പൊക്കൂടെ? അതല്ലേ നിനക്ക് വേണ്ടത്. നീ MLA ആയിരിക്കും, അതിന്റെ നെകിളിപ്പ് എന്നോട് വേണ്ട. മിണ്ടായിരിക്കാനാ പറഞ്ഞത്. വേണ്ടച്ചാ, ചേച്ചി പറയട്ടെ, ഞാൻ പൊക്കോളാം. നിക്കടി അവിടെ. അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്താടി വിചാരിച്ചേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി. നന്ദുവിന് മേൽ ചേച്ചിയുടെ അവകാശം പറഞ്ഞല്ലോ. പക്ഷെ നന്ദു വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് നന്ദുവിൽ ആദ്യ അവകാശം ഭാര്യയ്ക്ക്. വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ഞാനോ നന്ദു ആഗ്രഹിച്ചിട്ടില്ല. എന്ന് വെച്ചാ ഞാൻ കഴിഞ്ഞേ അച്ഛനും അമ്മയ്ക്കും പോലും നന്ദുവിന് മേൽ അവകാശം ഉള്ളൂന്ന്. അതിനും താഴെ വരൂ സഹോദരി. അത് ശരി, അപ്പൊ നിനക്ക് അധികാരവും അവകാശമൊക്കെ അറിയാല്ലേ? പിന്നെ എല്ലാം അറിയണ്ടേ? ചേച്ചി ചോദിച്ചല്ലോ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു. നന്ദുവിനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ. അതിനാദ്യം ചെയ്യുന്നതേ SP യെ കാണുക എന്നുള്ളതാ. വളരെ മിടുക്കനായ ഓഫീസറാണ് ഇവിടുത്തെ SP. അദ്ദേഹത്തെ കണ്ട് അന്വേഷണം ഊർജിതമാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അന്വേഷണ ചുമതല ഇപ്പോഴത്തെ DYSPയിൽ നിന്നും മാറ്റും. നീയപ്പ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുമായിരുന്നു. അതെ, ഹരിയങ്ങളും അച്ഛനും പറയുന്ന പോലെയാ ഇപ്പൊ എന്റെ തീരുമാനങ്ങൾ. അവരോട് ആലോചിക്കാതെ ഒന്നും ഞാനായിട്ട് തീരുമാനിക്കാറില്ല. പുറത്തുനിന്ന് കുറ്റപ്പെടുത്താനേ ആർക്കും എളുപ്പമാ ചേച്ചി. കൂടെ ഉള്ളപ്പോഴേ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ മനസ്സിലാവും. ഹരിയങ്ങളും ഗിരീഷേട്ടനും അച്ഛനും ഒക്കെ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ദയവായി അതിനെ തളർത്താൻ നോക്കരുത്. അങ്കിൾ, ഞാൻ ചെന്നിട്ട് വിളിക്കാം.
ശരി മോളെ. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. എന്തിനാ രജനി നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നീ ഇങ്ങോട്ട് വരുമ്പോ അടങ്ങി ഒതുങ്ങി നിൽക്കാന്നൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ മറന്നോ? ഗിരീഷേ, മോളെ ഒന്നും പറയണ്ട. വാ മോളെ. എന്താടാ ചാകാറായോടോ നീ? അതെ അതെ, എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. മുരളീട്ടാ, ഇനി ഇങ്ങനെ ഒളിച്ചും പാത്തും അന്വേഷണം വെച്ചോണ്ടിരുന്ന നന്ദന് ജീവനോട് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നേരത്തെ മാറ്റിയത് എല്ലാവരും അറിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ശത്രുക്കളാ കൊണ്ടുപോയിരിക്കുന്നത്. വല്ല പത്രസമ്മേളനവും വിളിക്കാൻ ദേവികയോട് പറ, അല്ലെങ്കിൽ ഒരു വാർത്തയെങ്കിലും കൊടുക്കാൻ പറ. പറയാൻ എളുപ്പമാ, നന്ദനൊരു കൊലക്കേസ് പ്രതിയാണ്. കുറ്റവാളിയെ ഒളിപ്പിച്ചു വെച്ചതിനുൾപ്പെടെ കേസ് വരും. ആയിക്കോട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്ത ജീവനാപത്തൊന്നും വരില്ലല്ലോ. വീട്ടുകാരെല്ലാരും കൂടി ആലോചിച്ചിട്ട് ആദ്യം ഒരു തീരുമാനത്തിലെത്തട്ടെ. നമ്മൾ നന്ദമോന്റെ വീട്ടുകാർ തന്നെയാ. നമ്മളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. മുരളീട്ടാ, ഓരോ നിമിഷം താമസിക്കും തോറും അപകടം അടുത്തോണ്ടിരിക്കെ. പാവം പ്രഭകുജിത് എങ്ങനെ താങ്ങൂ? ശാരികയാണല്ലോ. ആ ശാരിക. മുരളിയേട്ടൻ ചേച്ചിയുടെ ഒപ്പമാണോ? അല്ല ശാരി, ഞാനിപ്പോ വീട്ടിലാ. എന്താ? അല്ല, ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? അല്ല, മീറ്റിംഗ് അത്. എന്താ മുരളിയേട്ടാ, എന്തേലും രാഷ്ട്രീയ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ല. രാവിലെ എന്തോ അത്യാവശ്യമായിട്ടൊരു കോൾ വന്നു. ചേച്ചിക്ക് ആകെ ഒരു ഷോക്ക് പോലായിരുന്നു. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കരുതി നിയമസഭയിൽ എന്തെങ്കിലും കാര്യമായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ ടെൻഷൻ കൊടുക്കാറുള്ളതാണല്ലോ. ഏയ്, ഇതങ്ങനെയൊന്നും അല്ല. ഇതങ്ങനെ അല്ലെന്ന് വെച്ചാ? ഇല്ല ശാരി, ഒന്നുമില്ല. അല്ലല്ല, എന്തോ സംഭവം നടന്നിട്ടുണ്ട്. മുരളിയേട്ടൻ അത് അറിയുകയും ചെയ്യാം. മുരളിയേട്ടാ, മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരും. ശാരിക, ഞാൻ പറയാം. നന്ദനെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നത്. എന്താ? എസ്തപ്പാന്റെ വീട്ടിൽ കയറി ആക്രമിച്ചാ കൊണ്ടുപോയത്.
എന്താ മോളെ, നീ ആരോടാ സംസാരിച്ചോണ്ട് നിന്നേ? ഏയ് ഒന്നുമില്ല, അത് കൂട്ടുകാരി വിളിച്ചതാ. നന്ദനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടല്ലോ. ആ, അത് അവൾക്ക് നന്ദേട്ടനെ അറിയാം, അങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചതാ. ഏത് കൂട്ടുകാരിയാ അത്? അത് മഞ്ജു, ട്യൂഷൻ ക്ലാസ്സിലെ കൂട്ടുകാരിയാ. അല്ല, ആ കുട്ടിക്ക് എങ്ങനെ നന്ദനെ അറിയാം? ഇതെന്താച്ചാ, നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ശരി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കൂട്ടുകാരി വിളിച്ചതിന്റെ ചിരി സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്താച്ചാ, എനിക്ക് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഈ അച്ഛനത് എന്ത് പറ്റി? മാഡം പറയണം. സാർ, മറ്റൊരു നിവൃത്തിയില്ലാതെയാ എസ് പിയുടെ മുന്നിൽ ഞാനൊരു പേഴ്സണൽ റിക്വസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഈ കേസിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവാൻ എസ് പി കർശനമായ നിർദ്ദേശം കൊടുക്കണം. പോലീസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ ഒരു MLA ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാര് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഊഹിക്കാലോ. MLA വിഷമിക്കാതെ, ആളിപ്പോ വരുമല്ലോ, വരട്ടെ. അല്ല, ഇതെന്തേ ആദ്യമേ എന്റെ ശ്രദ്ധയെ കൊണ്ടുവരാത്തെ? MLA എന്നെ നേരിട്ട് വിളിച്ചാലും മതിയായിരുന്നല്ലോ. അല്ല, അത് സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. വാ വാ. ഇതാരാന്നറിയാലോ അല്ലേ? ഓ സർ, MLA മാഡം. ഹലോ മാഡം. അത് പോട്ടെ, ജീവിതമെല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അതെ സർ. കല്യാണങ്ങൾ, പാലുകാച്ചലുകൾ, അതിനെല്ലാം കൃത്യമായിട്ട് പോകാറുണ്ടല്ലോ. ബന്ധുക്കൾക്കെല്ലാം സുഖമാണല്ലോ. ഡ്യൂട്ടിക്കിടയിൽ അതിനൊന്നും സമയം കിട്ടാറില്ലല്ലോ സർ. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? താൻ ഡ്യൂട്ടിയിലായിരുന്നെങ്കിൽ ഈ MLAയുടെ പരാതിയിൽ എന്ത് നടപടി എടുത്തു പറ. അല്ല സർ, അത് ഇത് എന്നൊന്നും പറയണ്ട. നടപടി എന്തായി? അല്ല സർ, അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്ത് അന്വേഷണം DOSP സാർ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ എത്ര പ്രാവശ്യമാണ് ഫോളോ അപ്പ് നടത്തിയത്? പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു നടപടിയോ മറുപടിയോ ഉണ്ടായോ? ഞാൻ സസ്പെൻഷൻ ഓർഡർ ഇടാൻ പോവാ. അയ്യോ സർ. MLAയുടെ പരാതിയിൽ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പോവാണ്. സർ, ഞാൻ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാം. എനിക്ക് തന്റെ റിപ്പോർട്ടല്ല വേണ്ടത്, ആളെ കിട്ടണം. MLAയുടെ ഭർത്താവ് നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഹാജരാക്കണം. പറ്റുമോ? ഷുവർ സർ. ഈ കാര്യത്തിൽ ഞാനോ MLAയോ നിങ്ങളെ വിളിക്കില്ല. വേണ്ട സർ, ഞാൻ കൃത്യമായിട്ട് അന്വേഷണം പൂർത്തിയാക്കാം. പിന്നെ ഈ കേസിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അയ്യോ സർ, അങ്ങനെയൊന്നുമില്ല. അല്ല, കാണാതായ ആളിനെ തൽക്കാലം കണ്ടെത്തണ്ട എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ വല്ലതും ഉണ്ടോ? ഏയ് ഇല്ല സർ. എൻ്റെ സർവീസ് റെക്കോർഡ്സ് സാർ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ഗുഡ് സർവീസൊക്കെ കിട്ടിയിട്ടുണ്ട് സർ. ആ ഒരൊറ്റ പരിഗണന വെച്ചാ ഞാനൊരു അവസരം കൂടി തനിക്ക് തരാന്ന് വെച്ചത്. അടുത്തിനി എന്റെ മുമ്പിൽ വരുന്നത് ഒന്നുകിൽ ആളിനെയും കൊണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത കടലാസ് വാങ്ങാൻ. ഓ ശരി മാഡം. സമാധാനമായിട്ടിരിക്കുമല്ലേ? ഹസ്ബൻഡിനെ ഉടനെ കണ്ടെത്താം. താങ്ക് യു സോ മച്ച്.
ശരികെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ എന്താ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു? അത് ഇവനോട് എങ്ങനെയാ നന്ദേട്ടന്റെ കാര്യം ചോദിക്കുക? സംശയം തോന്നോ? ഇവൾക്കറിയായിരിക്കോ ഋഷി ആരെ കൊണ്ടുപോയിരിക്കുന്നതെന്ന്? നന്ദേട്ടൻ എവിടെയാ? നമുക്ക് സന്തോഷത്തോടെ ഒന്നിക്കാൻ വിധിയില്ലെന്നാ തോന്നുന്നേ. അയ്യോ ശരികെ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? അല്ല, കെവിനേട്ടൻ നന്ദേട്ടനെ കണ്ടുപിടിക്കുന്നില്ലല്ലോ. ശരികെ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സംശയമുള്ളിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഞങ്ങളെന്ന് പറയുന്നത് അന്ന് പറഞ്ഞതുപോലെ ആ ഇസബല്ലയും കെവിനേട്ടനും അല്ലേ? ആ അതെ. ആ ഇസബല്ലയാ കെവിനേട്ടനെ വഴി തിരിച്ചുവിടുന്നേ. ഒന്നുകിൽ കെവിനേട്ടൻ എന്നെ പറഞ്ഞു പറ്റിക്കുക, നന്ദേട്ടൻ കെവിനേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ശരികെ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? എന്റെ മമ്മിയാണ് സത്യം. നന്ദൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാ ആ ഇസബല്ല കെവിനേട്ടനെ പോലും അറിയിക്കാതെ നന്ദേട്ടൻ അവിടുന്ന് കടത്തി. എവിടെന്ന്? അത് എവിടായിരുന്നു നന്ദൻ? അല്ല, ചന്ദ്രവതി നന്ന് ഇല്ലെന്നേ. നന്ദൻ ഇസബല്ല അന്വേഷിക്കാത്ത സ്ഥലമില്ല. നന്ദനെ കണ്ടുകിട്ടിയ ഇസബല്ല അവനെ മറ്റാർക്കും വിട്ടു കൊടുക്കേയില്ല. അവളിപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല. എനിക്ക് തോന്നുന്നത് ഇതിനു പിന്നിൽ ചന്ദ്രോത്തുകാർ തന്നെയായിരിക്കുമെന്ന്.